കർത്താവിന് മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാവുക. എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മിക്കയുടെ പുസ്തകം 6-ാം അധ്യായം 6 തൊട്ട് 8 വരെ വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നീതി, കാരുണ്യം, വിനയം, 3 കാര്യങ്ങളിലേക്കാണ് ദൈവം നമ്മളെ ഇന്ന് വിളിച്ച് അടുപ്പിക്കുന്നത്. നോമ്പുകാലം കുറച്ച് ഭക്ഷണങ്ങളോട് നോ പറയുന്നതിനപ്പുറം അവനോട് ചേർന്നിരിക്കലും അവൻ്റെ സ്വഭാവങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കലുമാണ്. ഒന്ന് നീതിയാണ്. പക്ഷേ പഴയ നിയമത്തിലെ നീതിയിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ നീതിയിൽ പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമാണ്. പുതിയ നിയമത്തിലെ നീതി ആരംഭിക്കുന്നത് ജോസഫിലൂടെയാണ്. അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാൽ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുക. ആ നീതി ക്രിസ്തുവിലെത്തുമ്പോൾ, മത്തായി 5-ലെത്തുമ്പോൾ അവിടെ അവൾ വളരെ വ്യക്തമാണ്. ശത്രുവിനെ സ്നേഹിക്കുക, ദ്രോഹിക്കുന്നവനോട് ക്ഷമിക്കുക, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. കരുണയുടെ, കൊടുക്കലിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഇളച്ചു കൊടുക്കലിൻ്റെ, വെറുതെ വിടലിൻ്റെ ഒരു പുതിയ കൾച്ചറിലാണ് ക്രിസ്തുവിൻ്റെ നീതി ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലം ഇത് പരിശീലിക്കുന്ന ഒരു കാലം കൂടെയാണ്. ക്ഷമയുടെ കണ്ണിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാതെ, നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കാതെ നമുക്ക് അവൻ്റെ അരികിൽ ഇരിക്കാൻ കഴിയുമോ? അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമോ? ജോബ് ദൈവത്തെ നേരിട്ട് കണ്ടതാണ്. എന്നിട്ടും അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല. ജോബ് 40:10 ഇങ്ങനൊരു വചനമുണ്ട്. ജോബ് അവൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് മടക്കി കൊടുത്തു. എല്ലാം ഇരട്ടിയായി കൊടുത്തു. എൻ്റെയും നിങ്ങളുടെയും ഐശ്വര്യം ഇരട്ടിയാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒന്ന് ക്ഷമിച്ചു തുടങ്ങുക. ഒന്ന് കരുണയോടെ മനുഷ്യരെ കണ്ടു തുടങ്ങുക. സ്നേഹത്തിലൂടെ ഒന്ന് വീക്ഷിച്ചു തുടങ്ങുക. അരികിലുള്ളവരും അടുത്തുള്ളവരും ഒക്കെ. മദർ തെരേസ അമേരിക്കയിലെ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിലെ പാവങ്ങളെ സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷേ കുടുംബത്തിലെ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. മദർ അത് തമാശയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കണ്ണിലൊന്ന് നോക്കണം, സ്നേഹത്തോടെ. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഈശോയുടെ കണ്ണിലേക്ക് നോക്കാൻ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ബിക്കോസ് ഹീസ് ടു ഡിമാൻഡിങ്. അവൻ ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഒരു പുതിയ സംസ്കാരം, എളിമയുടെ ഒരു സംസ്കാരം, അതൊക്കെ സ്വർഗം ഇന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആമോസ് 7 ഇങ്ങനൊരു വചനമുണ്ട്: കർത്താവേ, യാക്കോബ് ചെറിയവനല്ലേ, അവൻ എന്ത് ചെയ്യാൻ കഴിയും? ഓരോ പ്രഭാതത്തിലും നമുക്ക് ഈ ഒരു വചനത്തോടെ ആരംഭിക്കാം. കർത്താവേ, നിൻ്റെ ഷോജി ചെറുതല്ലേ, അവൻ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ പേര് പറഞ്ഞ്, സ്വർഗത്തെ നോക്കി ഈ ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് ദിവസം ആരംഭിക്കാം. ഈ നോമ്പ് അനുഗ്രഹത്തിൻ്റെ നോമ്പാവട്ടെ. അവൻ്റെ സാന്നിധ്യം നമ്മളെ പൊതിയുന്നത് നമ്മൾ തിരിച്ചറിയട്ടെ. ഗോഡ് ബ്ലെസ് യു.